അബി ആ ഗണേശ ചതുർത്ഥി അറിയോ? പിന്നെ അറിയാലോ. നമുക്കൊരു സ്പെഷ്യൽ മധുര പലഹാരം ഉണ്ടാക്കാലോ. അത് ഗണപതി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട മോദകമാണ്. അബിക്ക് ഇഷ്ടല്ലേ? പിന്നെ ഇഷ്ടമാണല്ലോ. നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ ഇത് ഇത്ര മതി ആകെ ഉണ്ടാക്കാനായിട്ട്? ഇത്ര സാധനം മതി. തീ കത്തിക്കണ്ട. ഇപ്പൊ വൈകുന്നേരം കുട്ടികൾ വരുമ്പോ അമ്മയെ വിശക്കണമെന്ന് പറയുമ്പോ പെട്ടെന്ന് അണ്ടിപ്പരിപ്പ് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമുക്ക് ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സ്വാദിഷ്ടമായ മോദകം തയ്യാറാക്കാൻ ആകെ 3 സാധനങ്ങൾ മതി. നമുക്ക് പരിചയപ്പെട്ടാലോ? നല്ല ഫ്രഷായ അണ്ടിപ്പരിപ്പ് കുറച്ച് കഴിക്കല്ലേ, അത് ഗണപതിക്കുള്ളതാ. ഇത് പൊടിച്ചെടുക്കണം നമ്മൾ. പഞ്ചസാര പൊടിച്ചത് വേണം. അതിവിടെ ഇരിക്കണ കാരണം ഞാൻ പൊടിച്ചത് എടുത്തേക്കണത്. പിന്നെ കുറച്ച് പാല് കുറച്ചിട്ടാ. പിന്നെ ഓപ്ഷനിലാണ് മറ്റേ ഏലക്കാപ്പൊടിയും. പിന്നെ ഭംഗിക്ക് വേണ്ടി നമ്മളിപ്പോൾ കാശ്മീർ പോയി വന്നുകൊണ്ട് ഇതുള്ള കുങ്കുമപ്പൂ ഉള്ള കാരണം ഓരോന്നും ഇത് വയ്ക്കാം. ഓക്കെ, എന്നാ നമുക്ക് തുടങ്ങാം. കശുവണ്ടി പൊടിച്ചത് പാത്രത്തിലേക്ക് ഇടാം. കുഴയ്ക്കാനുള്ള പാത്രത്തിലേക്ക് മുഴുവനും എടുക്കാം. അബിക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? അതല്ല, അത് ശരി, അനുവിനും ഇഷ്ടമാണല്ലേ. അണ്ടിപ്പരിപ്പാണ് സാധനം. പഞ്ചസാര ഇടാം. എത്ര ഉണ്ടാവും പഞ്ചസാര? ഒരു 5-6 സ്പൂൺ ഇടാം. മധുരം വേണമല്ലോ നല്ല. സ്വീറ്റ് ആണല്ലോ. ഓക്കെ, നമുക്ക് ഏലക്ക ഇഷ്ടമായോണ്ട് അബിക്ക് അത്ര ഇഷ്ടമല്ല അല്ലേ ഏലക്ക? ഒരു കുറച്ചിടാം. ഏലക്കാപ്പൊടി. ഇത് നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് വളരെ കുറച്ച്, എന്ന് വെച്ചാൽ അണ്ടിപ്പരിപ്പ് പൊടിക്കുമ്പോൾ തന്നെ ഒരു നനവ് പോലെ തോന്നും. ശരിയാ. അപ്പൊ ഏലക്ക ഇഷ്ടം എന്ത് ചെയ്യും? ഏലക്ക ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു ഡ്രോപ്പ് വാനില എസൻസ് ചേർക്കാം. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. കണ്ട, ഇത്രയും നമുക്ക് അണ്ടിപ്പരിപ്പ് അത്രയും പൊടിച്ചത് തോന്നിയിരുന്നെങ്കിലും എന്താ കുഴച്ച് വന്നപ്പോ സത്യം ഞാൻ കഴിച്ചോളാം. നിങ്ങൾ കഴിച്ചോ. ആദ്യം ഗണപതിക്ക് പിന്നെ അബിക്ക്. അപ്പം ഇത് നമ്മളെല്ലാം മിക്സ് ചെയ്ത് ഒരു ചപ്പാത്തിയുടെ ഒക്കെ കുഴയ്ക്കണ പരുവത്തിൽ ആക്കിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, പാല് വളരെ കുറച്ച് മതി. 2 സ്പൂണ്, 1.5 സ്പൂണ്, 2 സ്പൂണ് മതി. എന്നിട്ട് കുഴച്ച് ഇതുപോലെ ആക്കുക. അപ്പം ഇത് എന്താണെന്നറിയോ? മോദക്കിൻ്റെ. അപ്പം നമുക്കിത് എല്ലാ കടയിലും വാങ്ങാൻ കിട്ടും ഇപ്പം. അപ്പം നമ്മൾക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ബാക്കി വരണതെല്ലാം ഇങ്ങനെ എടുക്കുക. ശരിക്കും ആയില്ല, ഞാൻ നോക്കട്ടെ. ഓക്കെ കണ്ടോ, ഇപ്പല്ല ശരിക്കും അടഞ്ഞത്. അത് ശരി. എന്താണ് ഇഷ്ടം ബാക്കി പറഞ്ഞത്? എക്സ്പെർട്ടാണല്ലോ. തുറക്കാം അല്ലേ? തുറന്നോളൂ. എന്താ ഭംഗിയാണ്. ഇനി എടുത്ത് ഇവിടെ വേണോ? അതൊരു ചടങ്ങാണ്ടോ, ടാസ്ക് ആണ്ടോ. നമ്മൾ മോൾഡ് മാറാണ്ട് സിമ്പിൾ ടാസ്ക് അല്ലേ? അടുത്തുണ്ടാക്കാം. നിറയ്ക്കുക, അടയ്ക്കുക,
മര്യാദക്ക് അടയ്ക്കുക, തുറക്കുക. ബാക്കി കളയണ്ടേ ഇപ്പൊ ഉണ്ടാക്കാറില്ല ഇത്. പിന്നല്ലേ പെട്ടെന്ന് ഉണ്ടാക്കി. പിള്ളേര് പറയുമ്പോഴേക്കും ഉണ്ടാക്കി കൊടുത്തു. പിന്നെ പക്ഷെ അണ്ടിപ്പരിപ്പ് എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് വേണമെന്ന് മാത്രം. ഹെൽത്തി ആണല്ലോ. ഇപ്പം കുങ്കുമപ്പൂ കൊണ്ട് ഇവരെയൊക്കെ അലങ്കരിച്ചു. പാലിൽ മുക്കിയിട്ട് മുകളിൽ വയ്ക്കും. സംഭവത്തിലുള്ള സംഭവം ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ട്രൈ ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇഷ്ടമായോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. ടാറ്റാ. ടാറ്റാ.